ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച തേങ്ങാപ്പീര ഉപയോഗിച്ചിട്ട് ഒരു ക്രിസ്മസ് ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ബോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിൽ ആ ഒരു ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലിറ്ററിൻ്റെ ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനപ്പോൾ ആ ഒരു ഷീറ്റിൽ ഒരു 8.5 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആ ഒരു കോർണറിന് ഇങ്ങനെ ആ ഒരു പോയിന്റിലേക്കൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സൈസ് കിട്ടിക്കോളും. അപ്പോൾ എന്നിട്ട് നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു മറ്റേ സൈഡ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനതൊന്നിങ്ങനെ ഒന്നും കൂടെ ഒന്നത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോർണർ ഇട്ട് വെച്ച് നോക്കിയ സമയത്ത് നല്ലൊരു കറക്റ്റായിട്ട് തന്നെ സ്ക്വയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ കൊണ്ട് അളന്നിട്ട് 8.5 ലെങ്ത്ത് അതുപോലെ തന്നെ 8.5 വിഡ്ത്തും ആയിട്ടുള്ളൊരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ലെങ്ത്തും വിഡ്ത്തൊക്കെ 8.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ കൂടെ നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ആ ഒരു കോർണർ ടു കോർണറിലേക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന്. അപ്പോൾ ഞാനിവിടെ ബാംബൂ സ്ക്യൂവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ടൂത്ത് പിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പെന്നൊക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ആ ഒരു രണ്ട് സൈഡിലും ചെയ്യാം, കോർണർ ടു കോർണറായിട്ട് ആ സ്ക്വയറിൻ്റെ രണ്ട് സൈഡിലും ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ആ സെൻറ്ററിലേക്കൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സെൻറ്ററിൻ്റെ അവിടെ വരെ മതി, ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 4 പീസാക്കി മാറ്റരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 പെറ്റലുള്ള പോലെ ഇങ്ങനെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പീസിൻ്റെ ഇങ്ങനെ സൈഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കേർവ്ഡായിട്ട് ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 പീസിന് മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ആ ഒരു സ്ക്വയറിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള ആ ഒരു ട്രയാങ്കിൾ പീസിനാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഒരു കേർവ്ഡായിട്ട് ഇങ്ങനെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി താഴെയുള്ള ഒരു ട്രയാങ്കിൾ പീസിൻ്റെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ ചെറിയൊരു പീസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ 2 സൈഡിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടുക്ക് ഒരു റിബൺ പോലുള്ള ഒരു പീസാണ് കിട്ടുക. എന്നിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പീസിൽ ഞാനിങ്ങനെ ഇതിൽ കട്ട് ചെയ്ത പോലെ ഇങ്ങനെ ഒരു പീസ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെൻറ്ററിലേക്ക് വന്നിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് 2 സൈഡിലും ഇങ്ങനെ ഒരു പീസ് നിൽക്കുന്ന രീതിയിലൊന്നിങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ പീസ് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നടുക്കാവരുതേ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും ചെയ്തതൊന്നും പിന്നെ ശരിയാവില്ല. അപ്പം ഞാൻ ആ ഒരു ട്രയാങ്കിൾ പീസ് പോലുള്ള ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ച് പിടിക്കുക, ആ ഒരു റിബൺ പോലുള്ള ഒരു പീസ് താഴോട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റൈറ്റിൽ ആ ഒരു മേലുള്ള ആ ഒരു കോർണർ ഉണ്ടല്ലോ, ആ ഒരു കോർണർ നമ്മൾ സെൻറ്ററിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഒരു കോർണറും സെൻറ്ററിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരുമിച്ച് ചെയ്യാം, രണ്ടും റൈറ്റിലും ലെഫ്റ്റിലും. റൈറ്റിലുള്ള ആ ഒരു പീസിൻ്റെ മേലെയും താഴെയുള്ള ഒരു കോർണറും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ആ ലെഫ്റ്റിലുള്ള പീസിൻ്റെ മേലുള്ള ഒരു കോർണർ സെൻറ്ററിലോട്ട് സ്റ്റിക്ക് ചെയ്യാം, അതുപോലെ താഴെയുള്ള ഒരു കോർണറും സെൻറ്ററിലോട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പം നല്ലൊരു ബോൻ്റെ ഒരു ഷേപ്പിലായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ ഓപ്പോസിറ്റായിട്ടൊന്ന് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബോൻ്റെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മേലെ 2 പീസ് ഉണ്ടല്ലോ, റൈറ്റിലും ലെഫ്റ്റിലുള്ള ആ 2 പീസും കൂടെ ഒരുമിച്ച് നമ്മളിങ്ങനെ താഴോട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സെൻറ്ററിൽ മാത്രമാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണത്. എന്നിട്ട് ആ ഒരു റിബണ് പോലുള്ളൊരു പീസ് ഉണ്ടല്ലോ താഴെയുള്ള, അതിൻ്റെ 2 സൈഡിലോട്ടായിട്ടാണ് നമ്മൾ ആ ഒരു പീസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വരുമ്പോൾ കാണുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു റിബൺ ഇങ്ങനെ നമ്മൾ ആ ഒരു ബോൻ്റെ നടുക്ക് കൂടെ ഒന്നിങ്ങനെ റോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബോൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു റിബണ് പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ബാക്കോട്ട് ആക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് പിടിക്കുക.
ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ഒരു റിബണിൻ്റെ പീസ് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു 4-5 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടായിരുന്നു ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ബോട്ടിലിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഒരു സിൽവറിൽ തന്നെ ഒന്നും കൂടെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. അപ്പം ഞാനിതിന് മോൾക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ബാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ ഈ ടിക് ടാക്കിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ക്ലിപ്പ്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ ക്ലിപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. നമുക്കതിങ്ങനെ ചെയ്യുമ്പം 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ക്ലിപ്പിലും അതുപോലെ ഹെയർ ബാൻഡിനും മാത്രമല്ല, നമുക്ക് ഈ ക്രിസ്മസിൻ്റെ റീത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ ബോട്ടിൽസിൽ ഒട്ടിക്കാനും ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റിനും പിന്നെ ഡ്രസ്സിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലൊരു ബോ ആണിത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു ബോൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ ആണ് 4:30 PM. മൺഡേ നമ്മൾ എല്ലാ സമയത്തും ഇല്ല, പറ്റുന്ന സമയങ്ങളിൽ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരും. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.